അങ്ങനെ ചായ ഉണ്ടാക്കാനായി കെറ്റിലിൽ വെള്ളം തിളയ്ക്കുന്നു. ഇവിടെ പാല് തിളപ്പിക്കാൻ പോകുന്നു. ചായ റെഡിയാവുന്ന ടൈമിലേക്ക് കുറച്ച് സവോള എടുത്ത് കുളിപ്പിച്ചൊരുക്കി എടുക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് എന്നത്തെയും പോലെ ഇന്നും എൻ്റെ തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ്. ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ മെനക്കേട് ഐറ്റംസ് ഒന്നും ചേർക്കാത്ത പച്ചമുളകും വേപ്പിലയും മാത്രം ചേർക്കുന്ന ഒരു മുട്ടക്കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നന്നായി വഴറ്റി നല്ല ബ്രൗൺ കളർ ആകുമ്പോഴേക്കാണ് നമ്മുടെ ഐറ്റംസ് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആ ടൈമിൽ മുട്ട വേവിക്കാനായി കുക്കറിലാണ് ഇന്ന് വയ്ക്കുന്നത്. മുളക് പൊടി അല്ലാത്ത എല്ലാ പൊടികളും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ടാൽ റെഡ് കളറായി പോയില്ലേ. ഇന്ന് എന്തായാലും റെഡ് കളറിലെ മുട്ടക്കറിയല്ല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് കൂടുതൽ എടുക്കുന്നത് മസാലപ്പൊടിയാണ്. അങ്ങനെ അതിവിടെ സെറ്റായി കഴിഞ്ഞു. ഓരോ ദിവസം ഓരോ രൂപത്തിലും ഭാവത്തിലും മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഒരു രസമല്ലേ. ചപ്പാത്തി ഉണ്ടാക്കാനായി ഞാൻ എപ്പോഴും ആശീർവാദമാണ് എടുക്കുന്നത്. ഫ്രീ ആയിട്ട് ഇങ്ങനെ പരസ്യമൊക്കെ കൊടുക്കുന്ന ഞങ്ങളെ കാണാതെ പോരുത് കേട്ടോ. ഞങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്തൂടെ. അങ്ങനെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ബോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ തനിയെ പരത്തിയെടുത്തത് കൊണ്ട് ഇന്ത്യയുടെ ഭൂപടം പോലെയാണ് എൻ്റെ ചപ്പാത്തിയൊക്കെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ലുക്കിൽ എന്ത് കാര്യമല്ലേ. അങ്ങനെ അതോടുകൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലി കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴിച്ചാൽ മതി. അടുത്ത ഉച്ചത്തേക്കുള്ള പരിപാടികൾ തുടങ്ങുകയായി. കഴിക്കാൻ വളരെ ടേസ്റ്റും വൃത്തിയാക്കി എടുക്കാൻ കഷ്ടപ്പാടുള്ള കൂർക്കയാണ് ഇന്നത്തെ താരം. കൂർക്ക അങ്ങനെ വൃത്തിയായി. പക്ഷേ എൻ്റെ കൈ ഞാനിനി എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. കൂർക്ക റെഡിയാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് വെച്ച് കുക്കാവുമ്പോഴേക്ക് ഞാൻ എൻ്റെ കൈ ഒന്ന് വിളിപ്പിച്ചിട്ട് വരാം. കയ്യിൽ കറ പറ്റാതിരിക്കാൻ നോക്കിയിട്ട് ഇതുവരെ ഒരു പരിപാടിയും വിജയിച്ചിട്ടില്ല. ഇന്നത്തെ കൂർക്കയ്ക്ക് വേറെ ഏതോ കളറും ലുക്കും ഭാവവും ഒക്കെ ആയിപ്പോയി. ഇതിനെ ഞങ്ങൾ ഇരുമ്പൻ പുളിയെന്ന് പറയും. ഉപ്പിലിട്ട പുളിയാണിത്. ഇത് മുറിച്ച് അച്ചാറുണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിൽ ഈ പുളി ഇല്ലാത്തത് കൊണ്ട് ഇതിനെ എവിടെ നിന്ന് കിട്ടിയാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ അച്ചാറോടുകൂടി പുളിയുടെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ എന്നത്തെയും പോലെ പുതിയൊരു ഭാവത്തിൽ എൻ്റെ മുട്ട ഇവിടെ കുക്കായി വരുന്നു. അതോടുകൂടെ ഉച്ചവരെയുള്ള എൻ്റെ കുക്കിംഗ് ജോലികൾ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. അടുത്തൊരു ചെറിയ വെറുപ്പിക്കൽ വീഡിയോയുമായിട്ട് ഞാൻ നാളെ എത്തുന്നതാണ്.